الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. ولما تكامل الله تعالى عافية البركة لك وعليك. ولما تكامل بنو عبد المطلب 10, അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ മക്കൾ 10 പൂർത്തിയായി. ഇത് അപ്പം തന്നെയാണ്. ബാദ ഹഫലി സംസം കുഴിച്ചതിന് ശേഷം ബി 30 സന 30 കൊല്ലം കൊണ്ടാണ് 10 മക്കൾ പൂർത്തിയായത്. ആരൊക്കെയുണ്ട്? വഹുമുൽ ഹാരിസ്, ജബീർ എന്ന് വായിക്കണമെന്നാണ് ലബത്ത് കൊടുത്തത്. ജുബൈർ അല്ല, ജബീർ, ജഹലി, ലിറാർ, മുഖവ്വിം, അബൂലഹബ്, അബ്ബാസ്, ഹംസ, അബൂ താലിബ്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അതിൽ പ്രസിദ്ധരായ ആളുകൾ വേറെയുണ്ട്. ഒന്ന് അബ്ബാസ്, ഹംസത്ത്, അബൂ താലിബും പ്രസിദ്ധിയാണ്. വഖറല്ലാഹു ഐനഹു ബിഹിം, അതുകൊണ്ട് മൂപ്പർക്ക് വളരെ സന്തോഷമുണ്ടായി. പക്ഷെ മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, 10 മക്കളെ കിട്ടിയാൽ ഞാൻ അന്ന് അറുക്കും. അതാ നാമ ലൈലത്തൻ ഇൻദൽ കാബ, കാബത്തിൻ്റെ അടുക്കൽ മൂപ്പർ ദിവസം ഉറങ്ങി. കാബത്തുൽ മുത്തഹറ. ഫറഅ ഫിൽ മനാമി ഖായിലൻ യഖൂലു യാ അബ്ദുൽ മുത്തലിബി ഔഫി ബിനദിരിക്, അബ്ദുൽ മുത്തലിബെ നിങ്ങളെ നേർച്ച കടമുണ്ട്, അത് വിടണം എന്ന് പറഞ്ഞു. കേടാ, ലി റബ്ബി ഹാദൽ ബൈറ്റ്, ഈ കഅബത്തിൻ്റെ റബ്ബിന് വേണ്ടി. ഫസ്തൈഖള ഫസിഅൻ മർഊബൻ, മൂപ്പർ ഞെട്ടി, വളരെ പേടിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്ന്. വഅമറ ബിദബിഹി കബ്ശിൻ, ഒരാട്ടിനെ ഇറക്കാൻ വേണ്ടി മൂപ്പർ കൽപ്പിച്ച്. ഫഅതഅമഹു ലിൽ ഫുഖറാഇൽ മസാക്കീൻ, ഫുഖറാ മസാക്കീന് അത് ഭക്ഷണമാക്കി കൊടുത്തു. സുമ്മനാമ, പിന്നെയും ഉറങ്ങി. ഫറഅ അൻ ഖദ്ദിബ മാഹു അക്ബറു മിൻ ദാലിക്, ഇതിനാക്കാണ് മുന്തിയത് കൊടുക്കണമെന്ന്. ഫസ്തൈഖള മിൻ നൗമിഹി വഖറബ സൗറൻ, അതുണ്ടാക്കി അടുത്തൊരു കാളന, ഒരു കുട്ടൻ. അപ്പോൾ ആട്ടിനാക്കാണ് വലുതായല്ല. സുമ്മനാമ ഫറഅ അൻ ഖദ്ദിബ മാഹു അക്ബറു മിൻ ദാലിക്, അതിനാക്കാണ് വലുത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫന്തബഹ വഖറബ ജമലൻ, ഒരു ഒട്ടകത്തിന് അർത്ഥം. അപ്പോൾ മൃഗങ്ങളെ കൂട്ടത്തിൽ എന്തായി? വലുതായി. വഅതഅമഹു ലിൽ മസാക്കീൻ, മസാക്കീൻ കൊടുത്തു. സുമ്മനാമ, പിന്നെയും ഉറങ്ങി. ഫനൂദി അൻ ഖദ്ദിബ മാഹു അക്ബറു മിൻ ദാലിക്, ഇതിനാക്കാണ് മുന്തിയത് കൊടുക്കുന്നത്. ഫഖാല വമാഹു അക്ബറു മിൻ ദാലിക, അതിനാക്കാണ് വലുത്, എന്താ ഞാൻ കൊടുക്കേണ്ടത്? ഖാല ഖദ്ദിബ് അഹദ ഔലാദിക അല്ലദീ നദർതഹു, നിങ്ങൾ നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു കുട്ടിനെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട്, അതിനാ കൊടുക്കേണ്ടതെന്ന്. അതെ, 30 കൊല്ലം കഴിഞ്ഞില്ലേ. ഫഖതമ്മ ഗമ്മൻ ശദീദ, അതിൽ ഇവർ ദുഃഖിതരായി. ഒരു മോനെ എങ്ങനെ ഇറക്കും, നാട്ടുകാരെന്ത് പറയും, ഇവിടെ എന്ത് സംഭവിക്കും, ഒന്നും തിരിയുന്നില്ലല്ലോ. വജമഅ ഔലാദഹു, അങ്ങനെ മക്കളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെന്താക്കി? വശിറഹും ബിനദിരിഹി വഅഖ്ബറഹും ബിനദിരിഹി, അപ്പോൾ ഇങ്ങനെ നേർച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരാണത് തയ്യാറാവുക എന്ന ചോദ്യം. വദഅഹും ഇലൽ വഫാഇ ബിന്നദർ, ഉപ്പാൻ്റെ നേർച്ച പെടലിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് ക്ഷണിച്ച്. ഫഖാലു അന്നാ നുതിഉക, നമ്മളെല്ലാം വഴിപ്പെടാൻ തയ്യാറെന്ന് പറഞ്ഞു എല്ലാവരും. അതുകൊണ്ട് ഫമൻ തദ്ഹബു മിന്ന, നമ്മളെ കൂട്ടത്തിൽ ആരെയാണ് ഉപ്പ ഇറക്കാൻ ഉദ്ദേശിച്ചത്? ഖാല ലിയഖുദു കുല്ലു വാഹിദിൻ മിൻകും ഖിദ്ഹാൻ, എല്ലാവരും ഒരു ഖിദ്ഹ് കൈമ പിടിക്കണം. ഖിദ്ഹ് എന്ന് പറഞ്ഞാൽ വൽ ഖിദ്ഹു എന്ന് പറഞ്ഞാൽ ബി കസ്രിൽ കാഫി, കാഫിന് കസ്ര വായിക്കണം. ഖിദ്ഹ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം ഖിദ്ഹ്. അതെന്താ സാധനമല്ല, അസ്സഹ്മു, ഒരു അമ്പന്ന്. കാബില അൻ യുറാശ, അതിന് തൂവലൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അമ്പിന് പറക്കാൻ വേണ്ടി എന്താക്കും, ബേക്ക് തൂവൽ വെച്ച് കൊടുക്കും, പിരിപിരി പറക്കാൻ, അതുണ്ടാവില്ല. പിന്നെ വജൂദു ഫീഹി നസ്ൽ, അതുപോലെ മൊനയും ഉണ്ടാവില്ല. അപ്പം മൊനയുമില്ല തൂവലും ഇല്ലാത്ത
ഒരു കുറ്റിയമ്പ്. സുമ്മൽ യക്തുബ ഫീഹി ഇസ്മഹു, എന്നിട്ട് ഓരോരുത്തരുടെ പേരും എഴുതുക. സുമ്മ തൂബിഹി, എനിക്ക് കൊണ്ടുത്താ. ഫഫഅലു, അപ്രകാരം അവർ ചെയ്ത്. വഖദു ഖിദാഹും, അങ്ങനെ ഓരോ ഖിദാഹ എന്താക്കണം, നെറുക്കിട്ടെടുക്കണം. വദഖലു അലാ ഹുബുലു, അങ്ങനെ ഹുബുലു എന്ന് പറഞ്ഞിട്ട് കഅബത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, മഴ പെയ്പ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ എത്തിയിട്ട് ബഹു ഇസ്മു സനമിൻ അലീം, അത് വമ്പിച്ചൊരു സനമിൻ്റെ പേരാണ്. കാനഫി ജൗഫിൽ കഅബ, അതായത് അന്നത്തെ നാട്ടുനടപ്പ്. ഇവർക്കതിൽ വിശ്വാസം ഉണ്ടായിക്കൊള്ളതൊന്നുമില്ല. പിന്നെ വക്കാനു യുഅല്ലിമൂനഹു വയദ്രിബൂന ബിൽ ഖിദാഹി ഇൻദഹു, ആ സനമിനെ ബഹുമാനിച്ച് അവിടെ നിന്നാണ് ഈ ഖിദ്ഹ് നെറുക്കെടുക്കൽ. വക്കാന ലഹു ഖയ്യിമുൻ യദ്ഫഊനൽ ഖിദാഹ ലഹു, അവിടെ എന്താക്കും, ഒരു മൂപ്പനുണ്ടാവും. നമ്മൾ മക്കാമെല്ലാം കാണുന്നില്ലേ, ഒരാൾ ഒരു കൊടി വീശാനും വെയിറ്റ് വാഷ് ചെയ്യാനൊക്കെ. ഫയദ്രിബുഹ, എന്നിട്ട് അയാളാന്നത് ഇതാക്കല്. ഫദഫ അബ്ദുൽ മുത്തലിബ് ഇലൽ ഖയ്യിമി തിൽക്കൽ ഖിദാഹ, ഈ ഖിദാഹ കംപ്ലീറ്റ് ആർക്ക് കൊടുത്ത്, 10 മക്കളുണ്ടല്ലോ, 10 കൊടുത്തു. വഖാമ യദുല്ലാഹ അസ്സ വജല്ല, അബ്ദുൽ മുത്തലിബ് കൊടുത്തിട്ട് ദ്വാരക്കുന്നു. വയഖൂൽ അല്ലാഹുമ്മ ഇന്നി നദർതു നഹറ അഹദിഹിം, ഞാൻ ഒരാളെറുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. വ ഇന്നി അഖറഉ ബൈനഹും, അവരുടെ ഇടയിൽ ഇപ്പം നെറുക്കിടുകയാണ്. ഫാസിബ് ബിദാലിക മൻ ശിഅത, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആ നെറുക്ക് പുറത്തു വരണം. സുമ്മ ദറബ സാദിനുൽ ഖദ്ഹ, അപ്പോൾ ആ മൂപ്പനുണ്ടല്ലോ, അദ്ദേഹം മെല്ലോട്ടക്കാരൻ, അദ്ദേഹം കഥ ഖറജ അല അബ്ദില്ല, അബ്ദുല്ലാഖാന്ന് പേര് പുറത്തു വന്നു. അപ്പോൾ അറക്കേണ്ടതാരി അബ്ദുല്ലാനാണ്. വക്കാന അഹബ്ബഹും ഇലൈഹി, അബ്ദുല്ലാന വലിയ പ്രിയപ്പെട്ടവരായിരുന്നു. ഫഖബദ അബ്ദുൽ മുത്തലിബ് അലാ യദി വലദിഹി അബ്ദില്ലാ, അബ്ദുല്ലാൻ്റെ കൈ പിടിച്ചിട്ട് വഖദ ഷഫറത്ത, കത്തിയെടുത്ത്. സുമ്മ അക്ബല ഇല ഇസാഫ്, എൻ്റെ ഇസാഫിൻ്റെ അടുക്കിലേക്ക് പോയി. ഇസാഫ് എന്നെവിടെ ഉണ്ടായിന്, സഫാൻ്റെ മേലെ, അവിടത്തേക്ക് പോയിട്ട് വനായില, ആ നായിലുണ്ട് ഇപ്പുറം സനമായിന് ഇന്തൽ കാബ, കാബത്തിൻ്റെ അടുക്ക് 2 സനമുണ്ട്. ഹജ്ജിന് കൊണ്ടുവന്ന അല്ലെങ്കിൽ മറ്റൊന്ന് കൊണ്ടുവന്ന നുസുക്കുകളുണ്ടല്ലോ, അതെല്ലാം മറക്കപ്പെടൽ അവിടെയാണ്. അപ്പോൾ ഇപ്പം അത് മാറി മിനയിലേക്ക് പോയി. പിന്നെ അസ്ലുഹുമ, ഈ ഇസാഫുൻ ആയിലത്തു ആരാന്നറിയോ, റജുലും അമ്രാത്തുൻ, ഒരാണുങ്ങളൊരു പെണ്ണുങ്ങളും. ഇസാഫ് ആണാണ്, നായിലത്ത് പെണ്ണാണ്. അത് റജുലും മിൻ ജുർഹും, ജുർഹും ഗോത്രക്കാരപ്പെട്ടവരാണ്. ഇത് ഈ ഇസാഫ് ആണ്. യുഖാലു ലഹു ഇസാഫ് ബിൻ യഅല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. വൽ മർഅത്തു നായില എന്നുള്ളത് ബിൻതു സൈദിൻ, ഇത് അതും ജുർഹുമിൻ ഐളൻ. വക്കാന ഇസാഫുൻ യതഅശഖുഹ ഫി അർദിൽ യമൻ, യമനി നാട്ടിൽ നിന്ന് ഈ ഇസാഫ് ഈ പെണ്ണുങ്ങളെ സ്നേഹിച്ചതായിരുന്നു. കാമുകന്മാരാണ്. എന്നിട്ടോ ഫഹജ്ജ, രണ്ടാളും ഹജ്ജിന് വന്നിട്ട് ഫദഖലൽ കഅബ, കഅബത്തിൽ കയറിയിട്ട് ഫവജദ ഖഫലത്തൻ മിനന്നാസ്, ജനങ്ങളൊന്നുമില്ലാത്ത ഖഫലത്ത് കണ്ടപ്പോൾ ഖൽവത്തും കണ്ടു മിനൽ ബൈത്തി, അതുകൊണ്ട് ഫജറ ബിഹ, അവിടെ വെച്ചിട്ട് എന്താക്കി, ഹുജൂർ ചെയ്തപ്പോൾ ഫമുസിഖ, അവർ എന്താ കോലം മറിക്കിവിട്ട് കല്ലായിട്ട് കോലം മറിച്ചതാണ്. ഇതാ പിന്നീട് പടച്ചവനായിരുന്നു. ഒരാളെ പറഞ്ഞിടത്ത് എന്താക്കും, മറ്റൊരാളെ പൂക്കാൻ തുടങ്ങിയപ്പോൾ അനിച്ചന്തമായ തക്കതീതാണ് ഇതിലൊക്കെ വന്നത്. ഒരു പെണ്ണ് വിചാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കല്ലെങ്ങനെ ദൈവമായി ചോദിക്കാമല്ലോ. ഫവജദൂഹുമാ മംസൂഖൈൻ, നേരം വെളുത്തപ്പോൾ രണ്ടാളും കോലം മറിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഫവളഉഹുമാ മൗളിഅഹുമാ, അവർക്ക് എന്താക്കും ഓരോ സ്ഥാനം നിശ്ചയിച്ചിട്ട് ഇസാഫിന സഫൻ്റെ മേലെയും മറ്റേ ആയിരത്തിൻ്റെ മറുവൻ്റെ മേലെയും വെച്ച് ഇത് സ്ഥാപിച്ച് രണ്ടാണെയും. എന്നിട്ടോ ഫലമ്മ കാല മുഖസുഹുമ, അവർ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അബുദത്തിൽ അസ്ന, പിന്നീട് ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടപ്പോൾ ഇനിയും ആരാധിക്കാൻ തുടങ്ങി. ബന്ധമായ തക്കലീത് കൊണ്ടുള്ള തക്കലീതുണ്ട്, പറയുന്നതെല്ലാം കേൾക്കല്, ഇതെല്ലാം അംഗീകരിക്കുക, ഇതെല്ലാം പ്രചരിപ്പിക്കുക, എല്ലാം അടുത്ത്. നമ്മൾ പണ്ടുണ്ടല്ലോ ഉസ്താദിൻ്റെ അവിടെ പോയി നമ്മൾ കിസ്സ കേട്ടോക്കിയല്ലോ പാനൂരി. അപ്പോൾ സംഭവിച്ചതും
വാട്സപ്പിൽ വന്നതും ഡയറക്റ്റ് പറഞ്ഞാൽ എന്തായി, എല്ലാം നുണയായി. കബർ നെണയിച്ചു പോലും കെട്ടിപ്പിടിച്ചു പോലും എന്നെല്ലാം പറഞ്ഞു. അതിനിപ്പോൾ ചോദിച്ചാൽ പിന്നെ മുജാഹിദാവും. ഫലം എന്നെടുക്കട്ടെ, ഫലം അത് എന്നെടുക്ക എൻ്റെ ചരിത്രം പറഞ്ഞതേ ഉള്ളൂ. ഫലമ്മ ജാ അബ്ദുൽ മുത്തലിബി ബിബിനിഹി ലിയദ്ബഹു, അറുക്കാൻ വേണ്ടി കുട്ടിനെയും കൂട്ടിയിട്ട് വന്നല്ല. കാമ ഇലൈഹി സാദാത്ത് ഖുറൈശ്, ഖുറൈശികളായ നേതാക്കന്മാരെല്ലാം ഓടിച്ചാടി വന്നില്ലേ. ഉമ്മാരെ കുടുംബക്കാരും വന്നു, ഉപ്പാരെ കുടുംബക്കാരും വന്നു. ഫഖാലു മാ തുരീദു അൻ തസ്നഅ, എന്താ നിങ്ങളിവിടെ ഉദ്ദേശിച്ചത്? വല്ലാഹി ലാ നദഉക തദ്ബഹുഹു, അറക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല എന്നുണ്ടായി ജനങ്ങൾ കുഴപ്പമാക്കി. ഹത്താ നഅദറ ഫീഹി ഫഇൻ ഫഅൽത ഹാദാ ലാ യസാലു റജുലു യഅതി ബിഇബ്നിഹി ഫയദ്ബഹുഹു, ഇങ്ങനൊന്നും ഉണ്ടാക്കിയാൽ എന്താവുന്നറിയോ, ഇത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് എല്ലാവരും മക്കളെയും കൂട്ടി വന്നിട്ട് അറുക്കാൻ തുടങ്ങും. അത് നമ്മൾ സമ്മതിക്കൂല. ഫമാ ബഖാഉന്നാസി അലാ ഹാദാ, ഇതെങ്ങനെയാ ജനങ്ങളെ വെച്ച് പൊറപ്പിക്കുക? വഖാല മുഗീറത്തു ബിൻ അബ്ദില്ലാഹി ബിൻ അംർ ബിൻ മഖ്സൂം വകാന അബ്ദുല്ലാഹി ഇബ്നു ഉഖ്തിൽ ഖൗം, അബ്ദുല്ലാഹി ആരാന്ന്? ആ കൗമിൻ്റെ ഉഖ്തിൻ്റെ മോനാണ്. മെരുവക്കൻ തങ്ങളെ മോനെന്ന് പറഞ്ഞാൽ മെരുവനല്ലേ. അപ്പോൾ കാരണോതാ പറയുന്ന ആര്? മുഗീറത്ത്. വല്ലാഹി ലാ നർബഹു ഹബതൻ ഹത്താ നഅദുറ ഫീഹി, ഞങ്ങളുടെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ അറക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഫൈൻകാന എന്താണ് ഫിദാഉഹു ബി അംവാലിനാ ഫദൈനാഹു, മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. വഖാലു, എന്നാൽ പിന്നെ അത് തീരുമാനം ഉണ്ടാക്കാം. ലഹു ഇൻ തലഖില ഫുലാനത്തൽ കാഹിന, ഇന്നാലിന്ന ഒരു കാഹിനത്തുണ്ട്. പണ്ട് വള്ളത്തിൻ്റെ പ്രശ്നത്തിലുണ്ടായിപ്പോയല്ലോ, അതുപോലെ ഇത് മറ്റൊന്നാണ്. അത് കാഹിനായിരുന്നു, ഇത് കാഹിനത്താണ്, പെണ്ണാണ്. ഫലഅല്ലഹ തഅമുറക ബിഅംരി ഫീഹി ഫർജുൽ ലക്, ഇതിൽ നിന്ന് മോചനം നേടുവാനുള്ള ഒരു കാര്യം അദ്ദേഹം ആ പെണ്ണുങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഫൻതലഖു ഹത്താ തൗഹ ബി ഖൈബർ, നോക്കുമ്പോൾ ഖൈബറിലെത്തണം. മറ്റേ ഷാമിലായിരുന്നു, വെള്ളത്തിൻ്റെ വിഷയത്തിൽ പോയത് ഷാമിൽ, പക്ഷേ എത്തിയിട്ടില്ലല്ലോ. ബി ഖൈബറിലേക്ക് എത്തി. ഫഖസ്സ അലൈഹ അബ്ദുൽ മുത്തലിബ് അവറുകൾ കിഷ്ടനെ അവതരിപ്പിച്ച് ഇങ്ങനെ വിഷയമുള്ളത്. ഫഖാലത്ത് ലഹും ഇർജിഉ അന്നി, ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്, എനിക്ക് ഹാജറാകുന്ന ഒന്ന് വരാനുണ്ട്, ഒരു ഹാജറാത്ത്. അത് അനുപക്ഷം ഉണ്ടായിരിക്കാം. ഇന്നുള്ളത് കുറേ തട്ടിപ്പുണ്ട്. ഇന്ന് ഹാജറാത്ത് നട്ട് പായ്ക്കടിക്കലും മറ്റേതാക്കി ഇത് വന്നെന്ന് വരും, ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ ഇറങ്ങി എന്നാണ് അർത്ഥം. ഒരു കുടയലും പിന്നെ കൂച്ചുമാറ്റലും അങ്ങനെ പലതുണ്ട് ഇന്ന് നടക്കുന്നത്. ഇന്നാളെ ഒന്ന് ഒതുക്കി പറഞ്ഞാൽ അയാൾ ഊതിയാൽ ജിന്ന് വന്നിട്ട് ഊതിയാൽ എന്താക്കുന്നൊരു പുക പോകുന്നതാണ് വെള്ളത്തിന്. ഇതെന്താ പുക എന്ന് പറഞ്ഞാൽ ഞാൻ ജനലിൻ്റെ പാളിയെ കൂടി നോക്കി നോക്കുമ്പോൾ ചന്ദനത്തിന് കത്തിച്ചിട്ട് മന്ദിച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാവും. എന്നാൽ ഉടനെ തരുമോ? ചന്ദനത്തിൽ മണക്കുന്നുണ്ട്. അപ്പോൾ ഈ ബായിൽ നിന്ന് മണാവുന്നത് പിന്നെ പുളന്ന വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ ഫ്ലാസ്കിലുണ്ടാകുമ്പോൾ ചൂടുവെള്ളം അതെടുത്ത് വയ്ക്കും. അപ്പോൾ ജിന്നെ വന്നിച്ചപ്പോൾ ചൂടുവെള്ളമായി. ഇതെല്ലാം കണ്ണിഞ്ഞ് അങ്ങോട്ട് വിശ്വസിച്ചുകൊള്ളണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആയിപ്പോവും, അല്ലെങ്കിൽ ആക്കി തരൂ. ഏതായാലും ഹത്താ ജഹ്തിയനി താബിഈ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ട് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ, അത് പറയാം. ഫസ് അൽഹു, അദ്ദേഹത്തിനോട് ചോദിച്ചു. ഫറജഉ മിൻ ഇന്ദിഹാ, തൽക്കാലം എന്താക്കി അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് ഫലമ്മ ഖറജു അൻഹ ഖാമ അബ്ദുൽ മുത്തലിബ് യദുല്ലാഹ അസ്സ വജൽ, അബ്ദുൽ മുത്തലിബിയുടെ ദുആയി തന്നെയാണുള്ളത്. സുമ്മ ഖദു അലൈഹ, രാവിലെ എന്താക്കി വീണ്ടും അവിടത്തേക്ക് പോയി. ഫഖാലത്ത് ലഹും, ഇങ്ങനെ പറഞ്ഞ് ഖദ് ജാഅ ഫിൽ ഖബർ, അപ്പം പറഞ്ഞ് ഖബറിൽ പറയുന്നുണ്ട് കം ദിയത്തുർ റജുലി ഇൻദകും, നിങ്ങളിൽ നിന്ന് ഒരാളെ കൊല ചെയ്താൽ അതിന് സമ്പത്ത് എത്ര കൊടുത്തിട്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അശറത്തു മിനൽ ഇബിൽ, 10 ഒട്ടകം കൊടുക്കുന്നു. ഫഖാലത്ത്, അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് പരിഹാരമായി. ഇർജിഉ ഇലാ ബിലാദിക്കും, നാട്ടിലേക്ക് മടങ്ങിയിട്ട് സുമ്മ കത്തിബു സാഹിബക്കും, നിങ്ങളെ സാഹിബിനെ കൂട്ടുക. ഐ അഹ്ലുറൂഹു ഇലാ മോലയിൽ ലർബിൽ കിദാഹി, ആ
നെറുക്കെടുക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിയിടണം. സുമ്മ കല്ലിബോ അഷറത്തമ്മിനൽ ലിബിൽ 10 ഒട്ടകം മറുവശത്തും പറയാം. എന്നിട്ട് സുമ്മൽ റിബു അലൈഹ, എന്നിട്ട് അതിനെ വലിയ ഇത് കറക്കുക. എന്നാൽ അലൈഹിൽ ഖിദാ ഇദ്റിബു അലൈഹിൽ ഖിദാ ഫൈൻ ഖർജത്തിൽ ഖിദാഹു അലാ സാഹിബിക്കും, നിങ്ങളെ സാഹിബിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കുക, വീണ്ടും കറക്കുക. എന്നിട്ട് 20 ഒട്ടകം നോക്കുക. അപ്പോൾ പകുപ്പത്ത് അതൊക്കെ 10 വട്ടം വെക്കണം. എന്നിട്ടും ആരാണോ വരുന്നത്, അബ്ദുള്ള വരുന്നോറും പകുപ്പത്തൊട്ടകം വെച്ച് കൊടുക്കുക. ആ ഒട്ടകം വരിക. അങ്ങനെ ഫസീദു ഫിൽ ഇബിൽ ആശറത്തൻ, ഓരോ വരുമ്പോഴും 10 ഒട്ടകത്തിനെ കൂട്ടി കൊടുക്കുക. സ്വന്തം മദ്രിബു അലൈഹി വഹാകദ ഹത്താ യർളാ റബ്ബുക്കും ഫഖറദൽ ഖൗമു അൻഹ, ജനങ്ങൾ മടങ്ങി വറജഉ ഇലാ മക്കയിലേക്ക് എത്തി. വഖറബു അബ്ദുല്ലാ വഅശറത മിനൽ ഇബിൽ, 10 ഒട്ടകവും അബ്ദുള്ളയും വെച്ച്. വഖാമ അബ്ദുൽ മുത്തലിബ് യദുല്ലാഹ അസ്സ വജല്ല, അബ്ദുൽ മുത്തലിബ് ദുആയിൽ തന്നെ ഉള്ളത്. ഫഖറജത്തിൽ ഖിദാഹു അലാ വലദിഹി അബ്ദുല്ലാ, അബ്ദുല്ലാൻ്റെ പേരാ വന്നത്. ഇതെന്തോണോ 20 വെക്കണം. ഫലം യസൽ യദു അഷറൻ അഷറൻ അഷറൻ, അങ്ങനെ 10 വെച്ച് വഹിയ തഖറുജു അലാ അബ്ദില്ലാ, എല്ലാത്തിനും അബ്ദുല്ലാക്ക് വന്നിട്ട് ഹത്ത ബലഗത്തിൽ ഇബിലു മിഅത്തൻ, ഒട്ടകം 100 എത്തിയപ്പോൾ ഖറജത്തിൽ ഖിദാ അലൽ ഇബിൽ, 100 ഒട്ടകം എന്ന് വരാനുണ്ട്. ഫഖാലത്ത് ഖുറൈശികളും വമൻ ഹദറ, അവിടെ വന്നവർക്ക് അതിൻതഹ, പരിപാടി അവസാനിച്ചല്ലോ. ഇനി എന്താക്കാം, ഫിദാ 100 ഒട്ടകം ഇറക്കണം. യാ അബ്ദുൽ മുത്തലിബ് ഫസഅമു അന്നഹു ഖാല ലാ വല്ലാഹി ലാ അദ്രി ഹത്താ അദ്രിബ അലൈഹിൽ ഖിദാ. ഇനി എന്താക്കണം എന്നറിയോ, ഒറ്റ ഒന്നും വിട്ടാൻ പറ്റൂല. 100 ഒട്ടകം അബ്ദുള്ള എന്ന് വെച്ചിട്ട് 3 വട്ടം കറക്കണം. 3 തവണയിലും എന്ത് വേണം, 100 ഒട്ടകം വന്നാൽ തീരുമാനമായി. ഫളറബ അബ്ദുല്ല വഅലൽ ഇബിലി ഫഖാമ അബ്ദുല്ലാഹി യദ്ഉ ഫഖറജത് അലൽ ഇബിൽ സുമ്മ ആദ, പിന്നെയും മടങ്ങി അവിടത്തേക്ക്. വഹുവ ഖായിമു യദ്ഉല്ലാഹ് ഫളറബു ഫഖറജത് അലൽ ഇബിൽ, ഒട്ടകം വന്നു. സുമ്മ സലാസ, 3-ാം തവണയും എന്തോന്ന് ഫനുഹിറത്ത്, അങ്ങനെ 100 ഒട്ടകമാണ് അബ്ദുല്ലാക്ക് ഫിദാകായിട്ട് അർത്ഥത്. തുരിക്കത്ത്, അതവിടെ ഉപേക്ഷിച്ചിട്ട് ലാ യുസദ്ദു അന്ന ഇൻസാനുൻ വലാ തായിറുൻ വലാ സബഉൻ, മനുഷ്യന്മാർക്കും എടുത്തു കൊണ്ടുപോകാം, അതുപോലെ തന്നെ പക്ഷികൾക്ക് കൊണ്ടുപോകാം, പിടിമൃഗങ്ങൾ വന്നെങ്കിൽ അവർക്കും കൊണ്ടുപോകാം. അങ്ങനെ അതെന്താക്കി എല്ലാവർക്കും വിതരണം ചെയ്തു. വലിഹാദാ റുവിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന ബിനു ദബീഹൈൻ, ഒരു ഹദീസുണ്ട്, 2 ദബീഹിൻ്റെ മകനാണ് ഞാൻ. ഏതാ ദബീഹ്? ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, അതാണല്ലോ ബലീപ്പാപ്പ. പിന്നെ തൊട്ടടുത്ത ഉപ്പാപ്പ അബ്ദുള്ള ഉപ്പ. വറവൽ ഹാക്കിമു ഫിൽ മുസ്തദ്റകി അൻ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ, മുസ്തദ്റക്കിലെ റിവായത്ത്, ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കൽ ആയിരുന്നു ഞങ്ങൾ. വാതാഹു അറാബിയുൻ, ഒരു അറാബി വന്ന് ഫഖാല യാ റസൂലല്ലാഹ് ഖലഫത്തിൽ ബിലാദു യാബിസത്തൻ, ഖലഫത്തിൽ ബിലാദു യാബിസത്തൻ, നാടെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. വൽ മാഉ യാബിസ, വെള്ളമില്ല, അതും തടാകങ്ങളൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു. ഖലിഖത്തിൽ മാലു ആബിസൻ, സ്വത്തുക്കളെല്ലാം എന്തായി, ഇപ്പം നമ്മളോ അതിൻ്റെ മരണപ്പകട്ടൽ വീട്ടിൽ വാടി ചുരുങ്ങിപ്പോയിരിക്കുന്നു, മുഖം ചുളിച്ചെന്ന് പറഞ്ഞാൽ ഹാലക്കൽ മാലു വലാ അല്ലിയ, ചുരുക്കത്തിൽ ഭയങ്കരമായ ക്ഷാമം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഫഉദ് അലൈ മിമ്മ അഫ അല്ലാഹു അലൈക യബ്ന ദബീഹൈൻ, തങ്ങൾക്ക് ഗനീമത്തായി വന്ന വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നൽകണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നബിയായ ശേഷം പറയുന്നു, എന്നാലേ ദീരുള്ളൂ. എന്നിട്ട് യബ്ന ദബീഹൈനെന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. അപ്പം അതിനെ ഹദീസിന് അംഗീകരിച്ചത്. ഖാല മുആവിയ റളിയല്ലാഹു അൻഹു ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുൻകിർ അലൈഹി, അതിന് ഇൻകാറാക്കിയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. വയഅനി ബിദ്ദബീഹൈനി അബ്ദുല്ല വ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം, നേരെ പിതാവാണല്ലോ അബ്ദുല്ല, അതൊരു ദബീഹ്. മുകളിലേക്ക് പോയാൽ ഇസ്മായിൽ അലൈഹിസ്സലാം മറ്റൊരു ദബീഹ്. ഈ 2 ദബീഹിൻ്റെ പിതാക്കന്മാരാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് നന്നായി. ഇതുകൊണ്ടെന്നുണ്ട്
ജൂത നസാറാക്കൾ സമ്മതിക്കൂല. ഓറ് പറയുന്നത് ദബീഹ് ഇസ്ഹാഖാണെന്നാണ്. അപ്പോൾ ഇസ്ഹാക്കിൽ കൂടി നബി വന്നിട്ടുമില്ല. അപ്പോൾ കാത്തിരിക്കുന്ന നബി ഇതുവരെ വന്നിട്ടില്ല എന്ന് വരുത്താനുള്ള തന്ത്രം ഉണ്ടാക്കി. ആദ്യം തന്നെ എന്താക്കണം? ദബീഹ് ഇസ്ഹാഖാണെന്ന് നോക്കണം. മനസ്സിലായില്ലേ? മാത്രമല്ല ഒരു ത്യാഗപൂർണമായ രംഗത്തിൽ നിന്ന് ഒരു പേര് കിട്ടുക എന്നുള്ളത് ഓർക്ക് സഹിച്ചൂടാ. ഇസ്മായിലമ്മ മറുവശായി പോയല്ലോ, അത്ര വലിയ അസൂയൻ. ഇനി വഫീ ഹാദിൽ ഹദീസി ദലാലത്തുൻ അലാ അന്ന ദബീഹ ഹുവ ഇസ്മായിലു ലാ ഇസ്ഹാഖ്. ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് എന്താണ്? ദബീഹ് ഇസ്മായിലാണ്, ഇസ്ഹാഖ് അല്ല. വഫീ ദാലിക ഖിലാഫുൻ മഷ്ഹൂറുൻ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഖിലാഫുണ്ട്. ഖിലാഫ് ഒന്നും എടുക്കാനില്ല, എന്തിനും വേണമല്ലോ. മനതച്ചാണ്ട് രണ്ടാളും നോക്കില്ലേ. അപ്പോൾ അത് മറ്റൊരു പ്രചരിപ്പിച്ചിട്ട് അത് വലിയൊരു അതൊരു സ്ഥിരപ്പെട്ട സംഗതിയാക്കി മാറ്റിക്കളഞ്ഞു. ഇപ്പം ഞായറാഴ്ച ലോകം ഒട്ടാകെ അംഗീകരിച്ചില്ല, മക്കത്തും മദീനത്തും അംഗീകരിക്കപ്പെട്ടുമില്ലേ. വമിമ്മാ യദുല്ലു അലാ അന്ന ദബീഹ ഇസ്മായിൽ. മറ്റൊരു തെളിവാണ് പറയുന്നത് ദബീഹ ഇസ്മായിൽ അലൈഹിസ്സലാമാണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം നമ്മൾ ദലീലുണ്ടേ. അന്ന ദബഹ കാന ബി മക്ക. ദബഹ മക്കയിൽ വെച്ചാണ് നടന്നത് അല്ലേ. വലിദാലിക ജുഇലത്തുൽ ഖറാബീന യൗമൻ നഹരി. പെരുന്നാൾ ദിവസത്തിൽ മക്കയിലാണല്ലോ ഇത് കുർബാനകളും ഫിദായിലും അറുക്കല്. അതതിൻ്റെ ഓർമ്മയാണ്. കമാ ജുഇല സഅയ് ബൈന സഫാ വൽ മർവ. സഅയ് സഫാ മർവൻ്റെ ഇടയിലും വറഞ്ഞൽ ജിമാർ ജംറക്കെറിയലും തദ്കീറുൽ ലിസൈനി ഇസ്മായില വ ഉമ്മിഹി. അതെന്തിൻ്റെ ഓർമ്മയാണ്? ഇസ്മായിൽ അലൈഹി സ്വലാം ഉമ്മ ചെയ്താണ് സഫാ മർവൻ്റെ ഇടയിലുള്ളത്. കല്ലേറും അങ്ങനെ തന്നെ. കാന ബി മക്ക. പിന്നെ വമഅലൂമുൻ അന്നഹുമാ ഹുമല്ലദാനി കാനാ ബി മക്ക. സഫാ മർവൻ്റെ ഇടയിലുള്ള സയ്യാവട്ടെ കല്ലേറാവട്ടെ എല്ലാം മക്കയിലാണല്ലോ. ദൂന ഇസ്ഹാഖ്. അപ്പോൾ ഇസ്ഹാഖ് ഉമ്മാനെ പറ്റി ഇവിടെ എന്ത് വന്നിട്ടില്ല, സ്മരണ വന്നിട്ടില്ലല്ലോ. വലൗകാന ദബ്ഹ് ബിശ്ശാം. ഈ അറിവ് ഷാമിൽ വെച്ചാണെന്നാണ് ഇവരുടെ വാദമെങ്കിൽ കാമാ യസ്മ അഹ്ലുൽ കിതാബ് ബാധിക്കുന്ന എങ്ങനെയാണ് ഈ അറിവ് എപ്പെടുന്ന? എന്നാൽ ഷാമിൽ പോയിട്ടല്ല ചെയ്യേണ്ടത്. അതാ വമാൻ തലക്ക അൻഹും. ഇത് ഏറ്റുപാടിയ ആളുകളുണ്ട്. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ സമീന വാത്താൻ ഏറ്റുപാടലായി. ലക്കാനത്തിൽ ഖറാബീനു വന്നഹർ ബിശ്ശാമി ലാ ബി മക്ക. അറുക്കുന്നതും സഫൈ മർവൻ്റെ ഇതെല്ലാം ഷാമിൽ വെച്ചായിരിക്കണമായിരുന്നു. അപ്പോൾ ഒരു തെളിവ് പറഞ്ഞില്ലേ. ഇനി വായിദ മിമ്മാ യദുല്ലു അലാ അന്നഹു ഇസ്മായിൽ അലൈഹിസ്സലാം ആണെന്നാണ് ലാഹിറുൽ ഖുർആനിൽ കരീം. ഖുർആൻ്റെ ലാഹിർ എന്നുവെച്ചാൽ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും വസ്ഫ് പറഞ്ഞിട്ടുണ്ട്. ആ വസ്ഫ് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഓർമ്മ. അതാ ലാഹിർ എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ പേര് പറഞ്ഞ ഇസ്മായിൽ തന്നെ പറഞ്ഞ് നെസ്സായല്ലോ. നെസ്സും ലാഹിറും ഉണ്ട്. നെസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന് സാധ്യതയില്ല. ലാഹിർ എന്ന് പറഞ്ഞാൽ മിക്കവാറും അതാവണം. അതാ ലാഹിർ. ഫഇന്നല്ലാഹ തആല സമ്മദ് ദബീഹ ഹലീമൻ. ദബീഹായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി അല്ലാഹു തആല ഹലീം എന്നാ പറഞ്ഞത്. അപ്പോൾ അറുക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം സഹനശക്തി കാട്ടി എന്നാണ് അതിനർത്ഥം വരുന്നത്. ഇസ്ഹാഖിനെ പറ്റി ഹലീം എന്ന് ബസ് പറഞ്ഞിട്ടില്ല. ഫീ ഖൗലിഹി തആല ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ലിഅന്നഹു ലാ അഹ്ലമ മിമ്മൻ സല്ലമ നഫ്സഹു ലിദ്ബിഹി. അറുക്കാൻ വേണ്ടി ശരീരം തന്നെ വിട്ടുകൊടുത്തു. ആർക്ക് വേണ്ടി? ത്വാഅത്തൻ ലിറബ്ബിഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ടിട്ട്. അപ്പോൾ അതാണ് ഹിൽമ് എന്ന് പറഞ്ഞ വസ്ഫ്. മാ കൗലിഹി മുറാഹിക്കൻ ഇബ്ന സമാനി സനീൻ. അന്നത്ര 8 വയസ്സാണ്. ആർക്ക്? ആ സലാസ അശറ അല്ല 13 കൗലുമുണ്ട്. ഏതായാലും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ അവർ അല്ലാഹു തആല ഹിൽമ് കൊടുത്തു എന്നാ ഒപ്പം പിടിച്ചോ അർത്ഥമെന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. വലമ്മാ ദുഃഖിറ ഇസ്ഹാഖിനെ അറിയിച്ച് പറഞ്ഞപ്പോൾ സമ്മാഹു അലീം എന്നാണ് ഓരോ വസ്ഫ് പറഞ്ഞത്. വസ്ഫ് മാറി അലീം. ഫീ ഖൗലിഹി ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. ഇവിടെ ഹലീമാണ്. വബശ്ശറുഹു ബിഗുലാമിൻ അലീം. ഇനി മറ്റൊരു തെളിവ് വായിദൻ ഫഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ബഅദ അൻ ഖസ്സ ഫീ കിതാബിഹി ഖിസ്സത്ത ദബീഹി.
ദബിഹിൻ്റെ കിസ്സ പറഞ്ഞതിന് ശേഷമാണ് വബശ്ശർനാഹു ഇസ്ഹാഖ നബിയ്യൻ മിന സ്സാലിഹീൻ, ഇതിന് ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പോൾ ഈ അറുക്കുന്ന സമയത്ത് ഇസ്ഹാഖ് ജനിച്ചിട്ടേ ഇല്ല. കണ്ട, നമ്മൾ ഇമാമികൾ വിട്ടുകൊടുക്കില്ല എന്ത് കൊൽമാൽ പറഞ്ഞാലും. ഫഹാദ യദുല്ലു അലാ തഖദ്ദുമി ഖിസ്സത്തി ദബിഹി, അപ്പം ദബിഹിൻ്റെ കിസ്സ മുമ്പാണ്. വത്തക്കൂനുമാ ഇസ്മായിൽ, അത് ഇസ്മായിലിനോടൊപ്പമാണ് എന്ന് തോന്നുന്നു. وأيضا فإن الله تعالى أجر العادة البشرية أن أكبر الأولاد أحب إلى والدين من بعده وإبراهيم لما كان الله لولده ووهبنا له. അപ്പം എന്തായിരുന്നല്ലോ, മനുഷ്യ സഹജമായ ഒരു സ്നേഹമുണ്ടല്ലോ, അത് ഏതാണെന്ന് ഫസ്റ്റിലേക്ക്. അപ്പം അവരെ കൽബിൽ നിന്ന് ഒരു മഹബത്ത് പിടികൂടി. അപ്പോഴാണ് എന്താക്കിയത്, ഫഅമറ ബിദബിഹിൽ മഹബൂബ്, അത്തരത്തിലുള്ള മഹബൂബിനെ അറുക്കണമെന്ന് ആരോട് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അറുക്കുന്ന ആരായിരുന്നു? ഇസ്മായിലല്ലേ? അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞ സാഹചര്യമാണല്ലോ. അങ്ങനെയല്ലേ രണ്ട് നബിഹി വരുള്ളൂ. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അറുക്കാൻ പറയുന്നത് ഇസ്ഹാക്കിനല്ല, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനാണ്. എന്നിട്ടല്ലോ ദുഹിയത്ത് വന്നത്. ഫലമ്മ അഖദമ അലാ ദബിഹി, അപ്പോൾ അറുക്കാൻ വേണ്ടി മുപ്പറ് മുന്നിട്ടപ്പോൾ വക്കാനത്ത് മഹബത്തുല്ലാഹി ഇൻദഹു അഅ്ളമ, അള്ളാഹിനോടുള്ള മഹബത്തും അതുപോലെ അവനോട് അള്ളാഹു തആലക്ക് വെളിപ്പെടുന്ന ആ തയ്യാറെടുപ്പും മിൻ മഹബത്തിൽ വലദിനോടുള്ള മഹബത്തിനെ മറികടന്നു. എന്നിട്ടോ അറുക്കാൻ തയ്യാണ്. അപ്പോൾ ഖലസത്തിൽ ഖുല്ലത്തു ഹീനഇദി മിൻ ശവായിബിൽ മുശാറക, അപ്പോൾ മഹബത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു എല്ലാത്തൊരാളെ കൂറുകൂട്ടുന്ന വിഷയത്തിനകത്ത് എന്താക്കി ഖലീലായി മാറിക്കഴിഞ്ഞു ഇബ്രാഹിം. ഫലം യബ്ക ഫി ദബ്ഹി മസ്ലഹത്തുൻ ഇദാ കാനത്തിൽ മസ്ലഹത്തു ഇന്നമാ ഹിയ അൽ അസ്മു, പിന്നെ തബ്തീനുൻ നഫ്സ്, നഫ്സിനെ എന്താ, അതായത് അറുക്കലിയുടെ മഖ്സൂദല്ല, അതിൻ്റെ ഉള്ളിൽ അറുക്കാൻ പറഞ്ഞാൽ അത് തയ്യാറാകുന്നുണ്ടോ എന്നാണ്. അള്ളാഹ്ക്കൂടെ അറുത്തുവിട്ട് കുറേ ചോര കളഞ്ഞിട്ട് കുറേ ദീപമ്പൊക്കെ ഉണ്ട്, അള്ളാഹ്ക്ക് നേടാനാണ്. അതാ വഖദ് ഹസനൽ മഖ്സൂദു, അപ്പോൾ മഖ്സൂദ് കരസ്ഥമായി. ഫനുസിഖൽ അംർ, കൽപ്പന എന്താക്കി നസ്ഖ് ചെയ്തിട്ട് ആട്ടിനെ അറുത്ത്. വസദക്കൽ ഖലീലുർ റുഅ്യ അലൈഹി വസ്സലാത്തു വസ്സലാം, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്വപ്നവും അവിടെ എന്തായി സാക്ഷാത്കാരമായി. വലിബഅദിഹിം ഇന്നദ്ദബീഹ ഫുദൈതു ഇസ്മായിൽ നതകൽ കിതാബ് ബിദാക വതൻസീലു, ഇന്നദ്ദബീഹ ഫുദൈത ഇസ്മായിലു നതകൽ കിതാബ് ബിദാക വതൻസീലു. ദബീഹ് ഇസ്മായിൽ അലൈഹിസ്സലാം തന്നെയാണ് ആദ്യത്തെ ദബീഹ്. നതകൽ കിതാബു ബിദാക വതൻസീലു, അതുകൊണ്ട് ഖുർആനുള്ള നിയമം ഒഴിഞ്ഞു പറഞ്ഞിരിക്കുന്നു. ശറഫും ബിഹി ഖസ്സൻ ലില്ലാഹു നബിയന വഅബാനഹു തഫ്സീറു വതഅ്വീലു, അർക്കപ്പെടൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നബിനെ ശറഫാക്കി തങ്ങളെ പിതാവിനെ അർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വറുവിയ ബിമാ ഫീമാ ദുകിറ المعافي بن زكريا أن عمر بن عبد العزيز رضي الله عنه سأل رجلا أسلم من علماء اليهود, യഹൂദികളിൽപ്പെട്ട ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ച്, അയ്യുബിന ഇബ്രാഹിമ ഉമിറ ബിദബിഹി, ഇബ്രാഹീമിൻ്റെ ഏത് മകനെയാണ് എന്താക്കിയത് അള്ളാഹു തആല അർക്കാൻ കൽപ്പിച്ചതെന്നും. ഖാല വല്ലാഹി അമീറുൽ മുഅ്മിനീൻ, ഞാൻ നേര് പറയട്ടെ അമീറുൽ മുഅ്മിനീനെ, അത് അന്നൽ യഹൂദ ലയഅലമൂന അന്നഹു ഇസ്മായിൽ, ഇസ്മായിലാണെന്ന് യഹൂദികൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇത് പറഞ്ഞാൽ എന്താകും, ആ നബി ഞങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാക്കിയ മുഖദ്ദിമാത്താണെന്ന് ആയ പാർട്ടിപ്പെട്ട ആളെന്നെ തുറന്നു. വലാകിന്നഹും യഹ്സുദൂനകും, നിങ്ങളോട് അവർക്ക് ഭയങ്കര അസൂയാണ്. മാശറൽ അറബ്, അറബികളെ, അയ്യക്കൂന ദബിഹു അബാക്കും, അറക്കപ്പെട്ടത് നിങ്ങൾ ഉപ്പയാകുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹസദാണ്. അപ്പോൾ തങ്ങളെ വരവിനെ നിഷേധിക്കണം. ഓരോ കാര്യത്തിൽ എന്തില്ല, നബി തങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ. ഫഹും യജ്ഹദൂന ദാലിക്,
വയസ്അമൂന അന്നഹു ഇസ്ഹാഖ്, അങ്ങനെയാണ് അത് ഇസ്ഹാഖാണ് എന്ന് വാദിക്കാനുള്ള കാരണം. ഇനി ബോർഡ് ഖിലാഫ അബ്ദുൽ മുത്തലിബിന് 10 മക്കളാണോ 10-ലധികം ഉണ്ടോ എന്നൊരു ചർച്ച. 10 പേര് പറഞ്ഞു. വഅലം അന്ന ബഅദൽ ഉലമായി ദക്കറ അന്ന അമാമൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയപ്പന്മാരും മൂത്താപ്പന്മാരും 12 പറഞ്ഞവരുണ്ട്. അപ്പോൾ 2 വേറെ കാണേണ്ടി വരും. അത് പറയുന്നത് ഫസാദു അൽ അശ്റത്തി അസ്സാബിഖീൻ, മുമ്പ് 10 എണ്ണിയ കൂട്ടത്തിൽ അൽ ഗീദാക്ക വ കുസം, ഗീദാക്ക് കുസം എന്ന് പറഞ്ഞിട്ട് 2 കൂടി എണ്ണിയിട്ടുണ്ട്. അബ്ദുൽ കാബ, അപ്പം എത്രയായി? 3 അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ നേരത്തെ അബ്ദുള്ള വെച്ചിട്ടാണ് അമ്മ എന്നല്ലേ പറയുന്നത്. അമ്മ അപ്പോൾ 9 3 12. തങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ അബ്ദുള്ള ഉപ്പയല്ലേ, അമ്മല്ലേ ഉണ്ടെന്ന്. ഫയക്കൂൻ ഔലാദ് അബ്ദുൽ മുത്തലിബി 13, അങ്ങനെയാണെങ്കിൽ 13 ആകും. അത് ഉപ്പ അടക്കും. വൈന്ന ഹംസത്ത വൽ അബ്ബാസ് താഖറത്ത്, ഹംസയും അബ്ബാസും പിന്നീട് വിലാദത്തുഹുമ അൻ ഖിസ്സത്തി ദബ്ഹി, അത് മറ്റൊരു വാദങ്ങൾ. എന്ത്? ദബ്ഹിൻ്റെ ശേഷമാണ് ആര് ജനിച്ചത്? അബ്ബാസ്. അപ്പോൾ ദബ്ഹിൻ്റെ സമയത്ത് ഹംസയും അബ്ബാസും ഇല്ല, എന്നാലും തികയണ്ടേ 10. പിന്നെ ഫയക്കൂനുൽ മൗജൂദ് വഖ്ത ദബ്ഹി 10, അപ്പോൾ അറക്കുന്ന സമയത്ത് 10 ആൾ റെഡിയുണ്ട്. ഗൈറ അബ്ദുള്ള പിതാവല്ലേ, വാലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വക്കീല, ഇതിനെതിരെ പറഞ്ഞാൽ ഗീദാക്കു ഹുവ ഹജൽ, നേരത്തെ ഹജൽ എന്നെണ്ണിയിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഗീദാക്ക്, രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോൾ ഒരാൾ പോയി. അബ്ദുൽ കാബ എന്നുള്ളത് ഹുവൽ മുഖബ്ബീം, നേരത്തെ എണ്ണിയ മുഖബ്ബീമാണ് ആര്? അബ്ദുൽ കാബ. കുസം എന്ന് പറഞ്ഞാൽ ആ വജൂദിൽ അങ്ങനെ ആൾ ജനിച്ചിട്ടേ ഇല്ല. അപ്പം 10 തന്നെ വീണ്ടും മടങ്ങി. ഫല്ലാമാമു 9 ഫഖത്ത്, അപ്പം അമ്മ എന്തായി? 9. അബ്ദുല്ലാഹി ഉപ്പിയും തമാമുൽ അശ്റ. ഇനി അബ്ദുല്ലാഹിൻ്റെ വിവാഹത്തിനെ കുറിച്ചാണ് ഇതിനടുത്ത് ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി മക്കൾ വേറെ ഇതിൽ ഹലബിയിലും പിന്നെ ദലാലിൻ്റെ അനുഭവത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6 ഇബ്നു ഹിഷാമിലുണ്ട്.